അപ്പോൾ എന്താ വേടൻ പറഞ്ഞത് ദളിതരുടെ DNA പഠിക്കാനുള്ള കഴിവില്ലാത്തതെന്നാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടല്ല, അതിനെ മുൻനിർത്തിക്കൊണ്ട് പല രീതിയിലുള്ള പരാമർശങ്ങൾ വളച്ചൊടിച്ചും അല്ലാതെയും ഒക്കെ ഇവർ പറയുന്നുണ്ട്. വേടൻ അത് പറയാനുണ്ടായ പ്രധാന കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ദളിതരുടെ DNA പഠിക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കഴിവില്ലാതെ പറയേണ്ട പ്രധാന കാരണം നീ ഇത് ചെയ്താൽ മതി, നീ ഇതിനപ്പുറത്തേക്ക് പോവണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉന്നത കുല ജാതന്മാർക്കിടയിൽ അല്ലെങ്കിൽ ദളിതരുടെ മുകളിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ഇവർ എത്രയൊക്കെ ഉയർന്നു വരാൻ ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ വേടന്റെ വിഷയത്തിൽ കണ്ടത്. എത്രയൊക്കെ ഉയർന്നു വരാൻ ശ്രമിച്ചാലും നീ അതിന് മുകളിലേക്ക് വരണ്ടാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ശശികലയുടെയും NR മധുവിൻ്റെ ഒക്കെ ഇവന്മാരുടെയൊക്കെ ഡയലോഗുകൾ നമ്മൾ കേട്ടതാണ്. അവരിത് മാത്രം ചെയ്താൽ മതി, ഇതിനപ്പുറത്തേക്ക് പോകണ്ട എന്നുള്ള ധാർഷ്ട്യമാണ് ഈ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഇവന്മാരുടെ ചിന്താഗതിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് വേടൻ പറഞ്ഞത് ദളിതരുടെ DNA അവർക്ക് പഠിക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ട് കഴിവില്ലാതായി? അത് നമ്മുടെ സമൂഹത്തിലുള്ള ഈ തന്തയില്ലാത്ത ഉന്നത പോലെ ജാതന്മാരെന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന വാണങ്ങൾ ഇവന്മാർ മുന്നിൽ കയറി എന്നിട്ട് ഇവന്മാരെ